കൂടി അറിയില്ല. ഹലോ. ആ മമ്മി, ഇച്ച എണീറ്റിട്ടില്ല. അല്ല, നിങ്ങളെപ്പോഴാണ് വരിക? ഈവനിങ്ങോ? ആ ശരി. അത് എന്തേലും പറയാനുണ്ടെ പറമ്മി. നിങ്ങൾക്കെന്താ വയ്യേ? എന്തോ പോലെ ഉണ്ടല്ലോ. എന്തു പറ്റി? അയ്യോ, നല്ല പനിയുണ്ടല്ലോ. വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോയി. വേണ്ട, ചിലപ്പോ കർത്താവ് തന്നെ വേദനിപ്പിച്ചതിന് എനിക്ക് തന്ന ശിക്ഷയായിരിക്കും. ഈ പനി കൊണ്ട് ഞാൻ മരിക്കുകയാണെങ്കിൽ. വേണ്ട, ഇനിയൊന്നും പറയണ്ട. കർത്താവേ, ഈശോന് നല്ല പനിയുണ്ടല്ലോ, നീ കൂടെ ഉണ്ടാവണേ. എനിക്ക് എന്നിട്ട് ഈ കഞ്ഞി കുടിക്ക്. അമ്മി, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ നോക്കിയ ഈ കഞ്ഞി കുടിക്ക്. മതി അമ്മി. ഫുള്ളായി കഴിക്ക്. വേണ്ട, ബാക്കി നീ കഴിച്ചോ. എന്നാ ഈ മെഡിസിൻ എടുക്ക്. വായോ. അവനെവിടെ? പനിയാണെന്ന് കേട്ടു. ഉറങ്ങുവാ, റൂമിൽ കാണും. ആ, എങ്കിലും ഞാൻ അവനെ ഒന്ന് കാണട്ടെ. ആ സർ, പറയൂ. ആ ഓക്കെ സർ. ആ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ആ ഓക്കെ. നീ എപ്പോഴാ വന്നേ? ഇപ്പം വന്നേ ഉള്ളൂ. നിന്റെ പനി എങ്ങനെയുണ്ട്? കുറവുണ്ട്. നീ UK പോയ കാര്യം എന്തായി? അതൊക്കെ ശരിയായി. ഇവിടെയല്ലേ പ്രശ്നം. നോക്കണ്ട, നമ്മുടെ കമ്പനിക്കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞേ. അതിനെക്കുറിച്ച് സംസാരിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. പക്ഷെ എനിക്കുണ്ട്. നമ്മുടെ ഓരോ ദിവസത്തെ കഷ്ടപ്പാടാണടാ ആ കമ്പനി ഇപ്പം ഇങ്ങനെയൊക്കെ എത്തി നിൽക്കാൻ കാരണം നമ്മളൊക്കെ തന്നെയാ. ഇത് ശരിക്കും ഒന്ന് നോക്ക് നീ. നമ്മുടെ കമ്പനി അവരെ സ്വന്തമാക്കി പറഞ്ഞ് നിന്നെ കാണിച്ച ഫേക്ക് ഡോക്യുമെന്റ്സ്. വെയിറ്റ്, വാട്ട്? എനിക്കുള്ള പോലെ നിനക്കും ആ കമ്പനിയിൽ അവകാശമില്ലേ? അപ്പോൾ നിന്റെ കൂടി സൈൻ വേണം. ഇത് പോലീസ് കേസ് ആക്കണോടാ. നിന്റെ തീരുമാനം എന്താ? ഇതാ ജ്യൂസ്. തനിക്കെന്നെ മനസ്സിലായോ? മനസ്സിലാവാൻ ചാൻസ് ഇല്ല. ഞാൻ നിന്റെ കെട്ടിയോൻ്റെ കസിനാ. ഐ എം ജോ. ആ, കല്യാണത്തിന് കണ്ടാർന്ന്. അല്ല, അന്ന് പരിചയപ്പെടാൻ പറ്റിയില്ല. കല്യാണത്തിന് ശേഷം പിന്നെ കണ്ടേയില്ലല്ലോ. അത് ഞാൻ കമ്പനിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി UK പോയിട്ടുണ്ടായിരുന്നു. ഇനി ഇവൻ ഇവിടെ തന്നെ ആയിരിക്കും. ശരി, നിങ്ങൾ സംസാരിച്ചിരിക്കേ, എനിക്ക് കുറച്ച് പണിയുണ്ട്. ഇനിയും ആ പാവത്തിനെ വേദനിപ്പിക്കണോടാ? ഇനി ഞാൻ അവളെ വേദനിപ്പിക്കില്ല.
എൻ്റെ ജീവൻ്റെ പാതിയായി കഴിഞ്ഞു അവള്. അവൾക്ക് നിന്നോടുള്ള ദേഷ്യമൊക്കെ മാറിയോ? ഞാൻ എത്രയൊക്കെ അവളെ വേദനിപ്പിക്കാൻ ശ്രമിച്ചാലും അവൾക്ക് എന്നോട് വെറുക്കാൻ കഴിയില്ലടാ. അവളെന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. അത് തിരിച്ചറിയാൻ ഞാനാ വൈകിപ്പോയേ. ഒരുപാട് വൈകി. ഞാൻ പോയി കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാക്കിയിട്ട് വരാം. നീ കേസാക്കാൻ തന്നെ തീരുമാനിച്ചോ? നമ്മുടെ എസ്ഐനോട് പറഞ്ഞാൽ നൈസായിട്ട് എല്ലാം ഡീൽ ചെയ്തോളും. അവളെ അകത്താക്കാൻ പറ്റിയില്ലെങ്കിലും അവളുടെ തന്ത അകത്താക്കണം. എന്നപ്പോൾ കാര്യങ്ങളൊക്കെ അങ്ങനെ നടക്കട്ടെ. ആഹാ മമ്മി, നിങ്ങൾ വന്നോ? ഈവനിങ് വരുള്ളൂ പറഞ്ഞിട്ട്. ഇവന് പനിയാണെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് വേഗം പോന്ന്. എന്നിട്ട് പുത്രനിപ്പോൾ എങ്ങനെയുണ്ട്? എൻ്റെ പനിയൊക്കെ മാറി. എനിക്കൊരു കുഴപ്പമില്ല. നിങ്ങൾ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വാ, ഞാൻ ഫുഡ് എടുത്ത് വെക്കാം. ഞങ്ങൾ വരുന്ന വഴിക്ക് കഴിച്ചു മോളെ. അതുകൊണ്ട് ഇനിയൊരു കോഫി മതി. ഓക്കെ പപ്പ. എൻ്റെ ഭാര്യ ഇവിടെ തനിച്ച് എന്തെടുക്കുക? അടുക്കളയിൽ നിന്ന് എഴുതുക. എൻ്റെ ഒന്ന് മാറിക്കേ. എന്നോടൊന്ന് ക്ഷമിക്കടേ. അന്ന് എൻ്റെ കൺട്രോളിൽ നിന്നില്ല, അതുകൊണ്ടോ. സോറി വാവേ, ഒന്ന് ക്ഷമിക്ക് പ്ലീസ്. അതിനുശേഷം ഞാൻ എന്നോട് എത്ര വട്ടം സോറി പറഞ്ഞു. പ്ലീസ്, എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല. ശരി, അപ്പം അങ്ങനെ കാണിച്ചത്. എങ്ങട്ടാ നീ? ഇങ്ങോട്ട് പാടി. ഇച്ചായ വിട്ടേ, ദേ മമ്മിയൊക്കെ കാണണ്ട. വിട്ടേ വിട്ടേ. പിന്നെ മമ്മി ഉണ്ടല്ലോ, എനിക്കൊന്നുമില്ല. ഞാൻ നിന്നെ സ്നേഹിക്കില്ലേ മോളെ. പപ്പയ്ക്കുള്ള കോഫി ആയോ? നീ എന്ത് ചെയ്യാ അവിടെ? അയ്യോ മമ്മി മാറിങ്ങിട്ട്. കോഫി ആയോ മോളെ? ആ മമ്മി, കോഫി ആയി. നീ എന്താ ഇവിടെ നിന്ന് ചിരിക്കുന്നേ? അല്ല, എൻ്റെ പുത്രൻ എന്താ ഇന്ന് അടുക്കളയിലേ കാണാത്ത സാധനമാണല്ലോ. അത് മമ്മി, ഞാൻ വെള്ളം കുടിക്കാൻ വന്നതാ. ഒടുക്കത്തെ ദാഹം. അപ്പോൾ ഞാൻ ഇവളോട് വെള്ളം ചോദിക്കുമായിരുന്നു. വെള്ളം കുടിച്ചു. ഞാൻ ഇപ്പോൾ പോവാ. മനസ്സിലായി. നന്നായി വെള്ളം കുടിച്ചല്ലേ? ശരി, എന്നാൽ ഞാനിങ്ങോട്ട് പോയിക്കോ. You're so beautiful, baby. I just can't even take my eyes from you. എന്നാ ഈ വെള്ളം കുടിച്ചിട്ട് പൊന്നുമോൻ കയറി കിടന്ന് ഉറങ്ങിക്കേ. അപ്പൊ ആമി എവിടെ? അവൾ ഇന്ന് എൻ്റെ കൂടെയാ കിടക്കുന്നേ. നിനക്ക് പനിയല്ലേ, പിന്നെ പപ്പ അപ്പുറത്തെ റൂമിലും കിടക്കാന്ന് പറഞ്ഞ്. അതൊന്നും പറ്റില്ല. ആമി എൻ്റെ കൂടെ കിടക്കത്തുള്ളൂ. അവൾക്ക് ഇന്ന് എൻ്റെ കൂടെ കിടന്ന എൻ്റെ പനിയൊക്കെ മാറി. ഉറങ്ങാൻ നോക്ക് നീ. ഗുഡ് നൈറ്റ്. അമ്മീ. ഇന്നലെ എന്താ മമ്മിയുടെ കൂടെ കിടന്ന്? വിട്ടേ, നിങ്ങളോട് ഞാൻ പല വട്ടം പറഞ്ഞിട്ടുണ്ട് എന്നെ തൊടരുതെന്ന്. പിന്നെ നീ തൊടരുതെന്ന് പറയുമ്പോഴത്തേനും ഞാൻ തൊടാതിരിക്കാൻ അത്രയ്ക്ക് വലിയ ഗ്രീൻ ഫ്ലാഗ് ഒന്നും അല്ല ഞാൻ. ഒരു പുരുഷനല്ലേ ഇങ്ങനെ ഭാര്യ തൊടാതിരിക്കും? അയ്യോ, ഇനി ഇവിടെ നിൽക്കുന്നത് ശരിയല്ല. നീ ഇന്ന് ഓഫീസിലോട്ട് വരുന്നുണ്ടോ? എടാ, പനിയൊക്കെ മാറിയിട്ട് വന്നാൽ മതി. എൻ്റെ പനിയൊക്കെ മാറിയടാ. സ്വന്തം കെട്ടിയൊരു ഓഫീസിൽ പോവാ, വന്നൊരു മുത്തം അല്ലെങ്കിൽ ഒരു കെട്ടിപ്പിടുത്തം.
അതെങ്ങനെയാ? എല്ലാം നീയാണല്ലോ വരുത്തി വെച്ചേ. അങ്ങോട്ട് പോവാതെ ഇങ്ങോട്ട് വരുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? ഇല്ല, പിന്നെ എന്തിനാ നോക്കി നിൽക്കണേ? അങ്ങോട്ട് ചെല്ലി. പുല്ല്, അന്ന് കൺട്രോള് പോയത് എല്ലാത്തിനും കാരണം. ഏയ്, ഏയ്. ഞാനേ ഓഫീസിൽ പോവാ. ആ പോണ ടൈമില് ബായ് പറയണ്ടേ ബേബി? പറയാത്തോണ്ടല്ലേ ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നേ. ഓ, ഇങ്ങനെ നോക്കി കൊല്ലല്ലേ പെണ്ണേ. എന്നെ താഴെ ഇറക്കിക്കേ. ഓഫീസിൽ പോണില്ലേ? ബൈ. ഞാൻ ബൈ പറഞ്ഞല്ലോ, താഴെ ഇറക്ക്. അയ്യടാ മോളെ, ഒരു ബായോ? എനിക്കൊരു കിസ് എന്നാ ഞാൻ വിടാം. പിന്നെ അതൊന്നും പറ്റില്ല, മാറിക്കേ. ഞാൻ ഇറങ്ങട്ടെ, മാറ്. തരാതെ നീ ഇറങ്ങത്തില്ല, ഞാനും പോകത്തില്ല. ഉണ്ട കണ്ടുകൊണ്ട് പേടിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. എനിക്ക് പേടിയൊന്നുമില്ല. നീ തന്നിട്ടേ ഞാൻ പോകത്തുള്ളൂ. മമ്മി ഉണ്ടാലും എനിക്കൊരു കുഴപ്പമില്ല, പപ്പ ഉണ്ടാലും എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് എന്തായാലും ഇത് മതി. ഇറങ്ങിക്കോ. അപ്പിച്ചായൻ പോട്ടെ ചക്കരെ. ചാച്ചാ, ലവ് യു. നിനക്കെന്താടാ പെട്ടെന്ന് ഇത്ര വലിയ ഹാപ്പിനെസ്? കിട്ടേണ്ടത് കിട്ടിയാളിയാ. എന്ത്? എന്ത്? ഒന്നുമില്ല. അല്ല, എന്തൊക്കെയാ നീ പറയണേ? അല്ല, എന്തൊക്കെയാ ഞാൻ നമുക്ക് ഓഫീസിൽ പോണ്ടേ? വന്നേ നീ. എന്തോ ഉണ്ടല്ലോ അളിയാ, സത്യം പറ. നീ എന്താ ഇങ്ങനെ പതുങ്ങണേ? നീ വരുന്നുണ്ടേ, വാ. ഞാൻ പോകുന്നു. വേഗം പണിയെടുത്തിട്ട് വേണം വീട്ടിക്ക് വരാൻ. എങ്ങേർക്ക് ഭ്രാന്ത് തന്നെയാ. മെല്ലെ പോ, ഞാനും ഉണ്ട്. ദേ വരുന്നു. എന്താ നിങ്ങൾ ഇത്ര വൈകിയേ? ശരിക്കും പറഞ്ഞ ഇതിനെക്കാട്ടില് വൈകേണ്ടതാ. അത്രയ്ക്കും മണി ഉണ്ടേന്ന്. പിന്നെ ഇവനാ വേഗം വീട്ടിൽ പോണം പറഞ്ഞ് വേഗം വന്നേ. ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. അല്ല മമ്മി, ആമി എവിടെ? ആമി അവളെ വീട്ടിൽ പോയടാ. അവളെന്താ വേഗം വീട്ടിൽ പോയേ? അവൾക്ക് എന്തെങ്കിലും പ്രശ്നം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. എന്നോട് ഞാൻ വീട്ടിൽ പോയിക്കോട്ടെ, അമ്മയ്ക്ക് വയ്യ പറഞ്ഞേ. അപ്പം ഞാൻ ആ ശരി പോയിക്കോന്ന് പറഞ്ഞ്, അതുകൊണ്ടാണ് അവള് പോയേ. എന്നോട് ചോദിച്ചിട്ടാ പോയേ. ഓ, അങ്ങനെയാണോ അവള് പോയേ? എനിക്ക് വിശപ്പില്ല മമ്മി, എനിക്ക് ഫുഡ് വേണ്ട. ഞാൻ ഓഫീസിൽ നിന്ന് കഴിച്ചേന്ന്. ഞാൻ ഫ്രഷ് ആവാൻ പോവാ. ഇനി ഞാൻ ഉമ്മ ചോദിച്ചിട്ട് അത് തന്നതിൻ്റെ അൺകംഫർട്ടബിൾ ആയിരിക്കും അവള് പോയെ. ഒരു നിമിഷം നിന്നെ കാണാതിരിക്കുമ്പോൾ എനിക്ക് എന്തത്ര ഭ്രാന്താണ്. ഒരു നിമിഷം നീ ഇല്ലാതെ എന്നെ കൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ലല്ലോ. അത്രയ്ക്കും ഞാൻ നിന്നോട് ഒബ്സസ്ഡ് ആയി കഴിഞ്ഞു. പ്ലീസ് എന്നെ വിട്ടു പോകരുത്. അവളില്ലാതെ ഉറക്കം വരുന്നില്ലല്ലോ ഭർത്താവേ. ഇനി എന്താ ചെയ്യുക?
ടൈം 12:30 ആയല്ലോ. അവള് ഉറങ്ങിക്കാണോ? എന്താ ചെയ്യാ? വരുന്നോടത്ത് വെച്ച് കാണാല്ലേ. ബെല്ലടിച്ച സീനാവും. മമ്മിയൊക്കെ അറിയും. ഫോണിൽ വിളിക്കാലേ. അയ്യോ, ഇച്ചായനാണല്ലോ. സമയം 1 മണിയാവാറായി. എന്താ ഈ സമയത്ത് വിളിക്കണ്ടാവുക? ഹലോ ഇച്ചായ, എന്താ? നീ ഉറങ്ങായിരുന്നോ? ആ അതെ. താഴെ വന്ന് ഈ വാതിലൊന്ന് തുറന്നു. എന്തിന്? ഒന്ന് തുറക്ക് വേണ്ടേ? എന്താണെന്ന് പറഞ്ഞാലേ നീ ഉള്ളു കയറ്റത്തോളൂ? ഇല്ല. എന്നാ ഞാൻ ഉള്ളു കയറട്ടെ? ഫുഡ് കഴിച്ചായിരുന്നോ? ഇല്ല. അതെന്താ കഴിക്കാതിരുന്നേ? എനിക്ക് അമ്മ ഉണ്ടാക്കുന്ന ഫുഡിനെക്കാട്ടിലും നീ ഉണ്ടാക്കുന്ന ഫുഡാണ് ഇഷ്ടം. അപ്പോൾ കഴിക്കാൻ തോന്നിയില്ല. അപ്പോൾ എന്നെ കല്യാണം കഴിക്കണേന് മുന്നേ എന്താ ചെയ്തേ? അതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോയതാ. ഇപ്പം എനിക്ക് നല്ല വിശക്കുണ്ട്, എന്തെങ്കിലും ഉണ്ടാക്കിത്തോ. മഹ, എൻ്റെ ഭാര്യ വന്നോ? ദേ, അടുത്തേക്ക് വരരുത്. അവിടെ നിന്ന് സംസാരിച്ചാൽ മതി. എന്തേ എന്നോട് പറയാതെ വന്നേ? ഞാൻ എന്തോരം ടെൻഷൻ അടിച്ചെന്നറിയോ? എന്തായാലും ടൈം ഇത്രയല്ലേ, നമുക്ക് കിടക്കാം. ഞാൻ താഴെ കിടന്നോളാം. ഇവിടെ ഇന്ന് ആരും താഴെ കിടക്കാൻ പോകുന്നില്ല കേട്ടോ. മതി ഉണ്ടക്കണ്ണോണ്ട് പേടിപ്പിച്ചത്. ഉറങ്ങാം. പ്ലീസ്, ഞാൻ അങ്ങനെ കിടന്നോട്ടെ, ഇല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. ഇത്ര നേരം വെളുത്തോ? എന്നെ ഒറ്റയ്ക്കാക്കി ഇവളിതെവിടെ പോയതാ? ചിലപ്പോൾ നേരത്തെ എണീറ്റ് അടുക്കളയിൽ പോയിട്ടുണ്ടാവും. മോൻ എണീറ്റോ? ഇരിക്കേ, ഞാൻ കോഫി കൊണ്ടുവരാം. മോൻ ഇന്നലെ എപ്പോഴാ വന്നേ? ഞങ്ങളൊന്നും കണ്ടില്ല. ഇന്ന് രാവിലെ മോള് പറഞ്ഞപ്പോഴാ മോൻ ഇവിടെ ഉണ്ടെന്ന് തന്നെ അറിഞ്ഞേ. ഇന്നലെ ഒരു 12:30 ആയി പപ്പ. കമ്പനിയിൽ കുറച്ച് അധികം നല്ല പണി ഉണ്ടായിരുന്നു. എൻ്റെ ഫോണിൽ ഇറങ്ങിയെന്നേ, ഞാനൊന്ന് പോയി നോക്കട്ടെ. ഇന്ന് മോനെ കോഫി കുടിക്കേ. ഞാൻ കോഫി ഇട്ടാൽ മോന് ഇഷ്ടാവില്ല കരുതി. അതുകൊണ്ട് അവൾ പള്ളിയിൽ പോകുന്നതിന് മുമ്പ് ഇട്ട കോഫിയാണ്. ചൂടാക്കണോ?
ഏയ് വേണ്ട മമ്മി, ഇത് ഓക്കെയാണ്. അല്ല, പള്ളിയിൽ പോകാൻ മാത്രം എന്താ പ്രത്യേകത? ഇന്ന് അവളുടെ ബർത്ത്ഡേ ആണ്, അതാ അവളിന്ന് പള്ളിക്ക് പോയെ. മറിയാമോ? ആഹാ, നിങ്ങൾ വന്നോ? ഇരിക്കി, ഞാൻ ഫുഡ് എടുത്ത് വെക്കാം. ഒരു 5 മിനിറ്റ് മമ്മി, ഈ സാരി കൊന്നയച്ച് വേഗം ഓടി വരാം. എങ്ങോട്ട് പോകണേ? എങ്ങോട്ടേ പോകുന്നേ? എന്തെങ്കിലും കാണിക്കണേ? അത് പിന്നെ ഞാൻ No, don't touch. തൊട്ടു. എന്ത് വിട്ടേനെ? സാരി ഉടുത്ത് പിന്നെ അവിടെ ഇവിടെയൊക്കെ കാണിച്ച എങ്ങനെയാടി എന്നെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുക? അറ്റ്ലീസ്റ്റ് ഞാനൊരു പുരുഷനല്ലേ, നിന്റെ ഭർത്താവ്. മാറിക്ക്, ഞാൻ പോട്ടെ. ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല. മാറി. നീ എങ്ങോട്ടും പോകാൻ പോകുന്നില്ല. നിനക്ക് പണ്ടത്തെയൊക്കെ മറന്നുകൂടെ? ഞാനിപ്പം നിന്നെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കണേ. പണ്ടത്തെ കാര്യങ്ങൾ മറക്കാൻ അതിനെ കൊണ്ട് പെട്ടെന്ന് പറ്റില്ല. ഇറ്റ്സ് ടേക്ക് ടൈം എന്നല്ലേ. മോളെ, നീ എവിടെ? ഫുഡ് കഴിക്കാൻ വാ. മോനെ കൂടി വിളിച്ചോ? എന്നാ ഞാൻ ഇറങ്ങാം മമ്മി. പോവാണ് മോനെ, 2 ദിവസം കൂടി ഒന്ന് നിൽക്കായിരുന്നില്ലേ? ഏയ്, എൻ്റെ ഡ്രസ്സൊക്കെ അവിടെയല്ലേ. അതും പറഞ്ഞിട്ട് കമ്പനിയിൽ നല്ല തിരക്കുണ്ട്. പിന്നെ ഒരിക്കൽ വരാം. പോട്ടെ. റൂമിൽ ഷെൽഫിൽ മെഡിസിൻ ഇരിക്കുന്നുണ്ട്. എല്ലാവരും പനി വന്നതിന് അതെടുത്ത് കഴിച്ചോ. പിന്നെ മറ്റേ ഷെൽഫിൽ അയിനോ? ശരി, ഞാൻ പോവാ. പപ്പയ്ക്ക് തീരെ വയ്യ, ഒരു നെഞ്ചു വേന. പപ്പയ്ക്ക് നിന്നെ കാണുന്നാ പറയണേ. അയ്യോ, പപ്പയ്ക്ക് എങ്ങനെയുണ്ട്? അയ്യോ, പപ്പയ്ക്ക് എന്ത് പറ്റി? കർത്താവേ, എന്താ ഇത്? നീ കരയണ്ട, വാ നമുക്ക് പോവാം. ഇതെന്താ വീട്ടില്? പപ്പയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലേ നിങ്ങള്? നിന്നെ കണ്ടിട്ടേ പോവുള്ളൂ എന്ന് വാശി പിടിച്ചാ ഞങ്ങൾ എന്ത് ചെയ്യാനാ? എവിടെന്താ ഫുള്ള് ഇരുട്ട്? ആരെ ലൈറ്റ്സ് ഓഫ് ആക്കി? ഇച്ചയ നിങ്ങൾ ഇവിടെ അല്ലേ? Jai Jai
കുഴപ്പമില്ലല്ലോ. ഞാൻ എന്തോരം ടെൻഷൻ അടിച്ചെന്നറിയോ. അയ്യേ പപ്പയ്ക്ക് ഒന്നുമില്ലടാ, കരച്ചിലൊക്കെ നിർത്തിക്ക്. നിനക്കെങ്കിലും ഒന്ന് പറയായിരുന്നു. ദുഷ്ടി. അയ്യോ മോളെ, ഇതിലെന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എല്ലാം നിന്റെ ഹസ്ബൻഡിൻ്റെ പ്ലാനാ. ഇത് മമ്മയുടെയും പപ്പയുടെയും വക ചെറിയൊരു പെരുന്നാൾ സമ്മാനം. ഇത് എൻ്റെ വക ചെറിയൊരു ഗിഫ്റ്റ്. താങ്ക് യു സോ മച്ച്. എൻ്റെ മകൻ ഒരാൾ തന്നെ തന്നു കേട്ടോ. ഇച്ചായനതെവിടെ? ചിലപ്പോ ബാൽക്കണിയിലുണ്ടോ? ചായ വിട്ടേ, വരെ കൺട്രോൾ ഇല്ലാട്ടോ. കൺട്രോൾ ഇല്ലാന്ന് എന്നോട് തന്നെ നീ പറയണം. എന്തുമാത്രം കൺട്രോൾ ചെയ്താണ് ഞാൻ ഇവിടെ നിൽക്കണേന്നറിയോ? ഇങ്ങനെ നടന്നുകഴിഞ്ഞ് എൻ്റെ കൺട്രോൾ കളയാതെ ഫീം പോയി റെഡിയാവാൻ നോക്ക്. നമുക്കേ ഒരു സ്ഥലം വരെ പോകാനുണ്ട്. എവിടേക്ക്? കൂടുതൽ ചോദ്യമൊന്നും വേണ്ട, പോയി റെഡിയായിക്കേ. നമുക്ക് ഇങ്ങനെയൊക്കെ എന്ത് പറ്റി? ഇച്ചായ അയ്യോ മെല്ലെ പറ പെണ്ണേ, മമ്മിയൊക്കെ എനിക്കും. അയ്യോ ആ കാര്യം ഞാൻ ആലോചിച്ചില്ല. ഇനി സൈലന്റ് ആയിക്കോളാം. ഇച്ചായ എന്തി കാണിക്കുന്നേ? വാ പോവാ, ടൈം ആയില്ലേ? ബ്യൂട്ടിഫുൾ. ഇന്ന് പോണോ നമുക്കിവിടെ? ഇച്ചായ ഇല്ല ബാബാ പോകാം. ഇച്ചായ വണ്ടി നിർത്ത്, ഞാൻ ഓടിച്ചോക്കട്ടെ പ്ലീസ്. ഏയ് അതൊന്നും വേണ്ട, എനിക്ക് പേടിയാ. നിനക്ക് വല്ലതും സംഭവിച്ചു കഴിഞ്ഞാലോ? വേണ്ട, ലൈസൻസ് ഉണ്ട് എന്നൊക്കെ എനിക്കറിയാം. പക്ഷേ ഞാൻ ബൈക്കൊന്നും തരില്ല. നിങ്ങൾക്ക് എന്നോടൊരു സ്നേഹമില്ല, എനിക്കറിയാം. എനിക്ക് ഓടിക്കാനൊക്കെ അറിയാം, അതുകൊണ്ടല്ലേ. നീ കരയണ്ട. ശരി, ഓടിച്ചോ. താങ്ക് യു സോ മച്ച്. ആഹാ, നന്നായി ഓടിക്കുന്നുണ്ടല്ലോ. ഇത് നോക്കി നീ. നല്ല രസമായിട്ട് വണ്ടി ഓടിച്ചു, എനിക്ക് നല്ല ഇഷ്ടമായി. നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്, മറന്നോ? ഇങ്ങനെ ഇരുന്നാ പോരാ, വാ പോവാം.
അയ്യേ എൻ്റെ വാവാച്ചി കരയ. ഷേ മോശം കേട്ടോ. ഞാൻ വിചാരിച്ച നീ സ്ട്രോങ് ബേബിയാണ്. ഇങ്ങനെ കരയല്ലേ. താങ്ക് യു സോ മച്ച് ഫോർ ദിസ്. കരച്ചിലൊക്കെ നിർത്തിയിട്ട് ഒന്ന് കേക്ക് കട്ട് ചെയ്തേ. ഹാപ്പി ബർത്ത്ഡേ മൈ ലവ്. എന്നാ ഈ ഗിഫ്റ്റ് എൻ്റെ വക. വിത്ത് യു മൈ ഡേ ബിക്കം ബ്രൈറ്റർ. ഓൺലി വിത്ത് യു. You're the one I want. The whole world, my happiness, my everything is you. I love you so much. I love you too. I love you so much. I don't know how to explain it. എനിക്ക് ചേട്ടനെ ഭയങ്കര ഇഷ്ടം. ആമി, ഞാനിത് വിശ്വസിച്ചോട്ടെ? ഞാൻ സ്വപ്നം കാണുന്നല്ലോ. നിനക്കെന്നെ ശരിക്കും ഇഷ്ടമാണോ? ഹലോ ബേബി, ഞാൻ നിന്റെ കമ്പനിയുടെ ഫ്രണ്ടിലുണ്ടല്ലോ. നീ എവിടെ? കഴിഞ്ഞില്ലേ ഡ്യൂട്ടി? ഞാൻ ഇറങ്ങാൻ നിൽക്കുമ്പോഴേ വിളിച്ച്. അവിടെ നിന്നു, ഞാൻ ഇപ്പം വരാം. അമ്മയ പോവാൻ നിൽക്കാണോ നീ? ഓ ഹായ് മെൽവിൻ. അതെ, ഞാൻ പോകാൻ നിൽക്കായിരുന്നു. എനിക്ക് ഡ്യൂട്ടി കഴിഞ്ഞു. I know they'll drive you bonkers. Meet them once and they'll forever haunt you. There's no heroes or villains in this place. Just shadows that dance in my headspace, leaving nothing but phantoms in their way. ഒരുമിച്ച് ഡ്യൂട്ടി ചെയ്യുന്നോണ്ട് ഞാൻ വേണേ നിന്നെ ഡ്രോപ്പ് ചെയ്യാം. ഏയ്, എൻ്റെ ഈ ചെയ്യാൻ വന്നിട്ടുണ്ടടാ. അതാ നോക്ക്. I've tried and tried a million times. ഹായ്, ഐ മെൽവിൻ. ആമിയുടെ ഫ്രണ്ടാണ്. ആൻഡ് ഐ എം അശ്വിൻ, ആമിയുടെ ഹസ്ബൻഡാണ്. നമുക്ക് പോയാലോ ബേബി? ബാ. ബൈ മെൽവിൻ, വി ഹാവ് ടു ഗോ. സീ യു ലേറ്റർ. ഇച്ചായ, പയ്യെ പോയിക്കേ. എനിക്ക് പേടിയാവുന്നുണ്ട്. എന്താ ഇത്ര ദേഷ്യം? കുറെ നേരമായാലും ഞാൻ ശ്രദ്ധിക്കുന്നു. എന്ത് പറ്റി? ഇച്ചായ, എന്താ പ്രശ്നം? പറഞ്ഞിട്ട് പോയാൽ മതി. ഇല്ലേ ഞാൻ വിടില്ല. ആമി, വിടന്നെ. ഇല്ല, പറയാതെ ഞാൻ വിടില്ല.
എന്താ കാര്യം? Baby, can I make you mine? Please, I need you right now. Every part of body, every inch. Please. ഞാൻ ഇച്ചാൻ്റെ അല്ലേ? You don't have to take permission. Make me yours. അമ്മി ഉറപ്പാണോ? എന്നെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നല്ല വേദന എടുക്കും. Make it rain on it. Tie it up, put a chain on it. Make you tattoo my name on it. Oh, make you cry like a baby, yeah. Let's go, bro, and make a video, yeah.